ഹായ് ഓൾ, എല്ലാവർക്കും ക്വസ്റ്റ് പി എസ് സി ഹസൽ പി വൈക്യൂവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ ന്യൂ എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ 5th സ്റ്റാൻഡേർഡിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണ്. 6 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക് സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ഒരു പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നല്ലൊരു ചാപ്റ്ററാണ്. കുറേ അധികം ഫാക്ട്സ് ഉള്ള ചാപ്റ്ററാണ്. നമുക്ക് എക്സാമിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തിലേക്ക് കൈമാറുന്നു. ഓക്കെ, അപ്പം ഗതാഗതത്തിനെയും ആശയവിനിമയത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വാഹനം എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താണ് വാഹനത്തിൻ്റെ എന്ന പദത്തിൻ്റെ അർത്ഥം? വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം മനുഷ്യരാണ്. പണ്ടുകാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സഞ്ചാരത്തിനും ചരക്കുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുമായിട്ട്. വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പായിട്ടായിരുന്നെങ്കിലോ കാൽനടയായിട്ടും തലച്ചുമടായിട്ടും മൃഗങ്ങളുടെ പുറത്തുമൊക്കെയാണ് സഞ്ചരിച്ചിരുന്നത്. ഓക്കെ, എന്താണ് ഇത്തരം മാർഗങ്ങളുടെ പരിമിതി? എന്താണ്? വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമായിരുന്നില്ല അല്ലെ? ഈ തലച്ചുമടായിട്ട് കൊണ്ടുപോവുകയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്തൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അതിനൊക്കെ. ഓക്കെ, ഇനി ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിനെ കുറിച്ച് പറയുകയാണെ. ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ചുരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി. ഓക്കെ, അതാണ്ട് ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ? 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പം 4500 വർഷം പഴക്കമുള്ള ഒരു ചക്രത്തിൻ്റെ ഭാഗമാണത്. മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോഴവരത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വർഷം പഴക്കമുള്ളതാണ്? 4500 വർഷം പഴക്കമുള്ള ഒരു ചക്രത്തിൻ്റെ പീസാണത്. ഓക്കെ, മെസപ്പൊട്ടോമിയ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൾപ്പട്ടയിൽ ചെമ്പാണി തറച്ച രീതിയിലായിരുന്നു. ഓക്കെ, എങ്ങനെയാണ്? അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ചിട്ട് തോൾപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. അപ്പം എവിടെയാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്? ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. അപ്പം ഇന്നത്തെ ഇറാഖിലെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. PYQ ആണ് ഇത്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം. ഏതൊക്കെ നദികൾക്കിടയിലായിട്ടായിരുന്നു കരുതപ്പെടുന്നത്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദികൾക്കിടയിൽ. ഏത് സ്ഥലത്തായിരുന്നു? ഇന്നത്തെ ഇറാഖ് നിൽക്കുന്നിടത്ത്. ഓക്കെ, ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചുവെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളെ ഉപയോഗിച്ചും വലിച്ചു കൊണ്ടുപോയിരുന്നു. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ചരക്കുകളിലെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗ്ഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ഇപ്പം ഇതിനെക്കുറിച്ച് ഇൻവെൻഷനെ കുറിച്ചിട്ട് കുട്ടികൾക്കൊരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കാര്യങ്ങൾ. ഓക്കെ, ഗതാഗത മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഗതാഗത മാർഗ്ഗങ്ങൾ കരഗതാഗതമുണ്ട്, ജലഗതാഗതമുണ്ട്, വ്യോമഗതാഗതമുണ്ട്. അപ്പോൾ കരഗതാഗതം, റോഡ് ഗതാഗതമുണ്ട്, റെയിൽ ഗതാഗതമുണ്ട്. ജലഗതാഗതമാണെങ്കിലോ ഉൾനാടൻ ജലഗതാഗതവും ഉണ്ട്, കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതവുമുണ്ട്. അതുപോലെ വ്യോമഗതാഗതം ഏതൊക്കെയുണ്ട്? ദേശീയ വ്യോമ ഗതാഗതവുമുണ്ട്, അന്തർദേശീയ വ്യോമ ഗതാഗതവുമുണ്ട്.
പിന്നെ റോഡ് ഗതാഗതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു കണ്ടോ, പണ്ട് കാലത്തുള്ള വിവിധതരം വഴികൾ കാണിച്ചിരിക്കുന്നു. ഒറ്റയടി പാതകളും മൺപാതകളും കല്ല് പാകിയ പാതകളുമൊക്കെയാണ് പണ്ട് കാലത്തെ ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതെന്തിലേക്ക് വഴിമാറി? ടാറിട്ട റോഡിലേക്കും കോൺക്രീറ്റ് പാതകളിലേക്കുമൊക്കെ വഴിമാറി. ഇനി മക് ആദം റോഡുകൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ എന്നാണ് 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അപ്പം ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടതാരാണ്? മക് ആദമാണ്. മക് ആദം ഏത് നാട്ടുകാരനാണ്? സ്കോട്ടിഷുകാരൻ. ഓക്കെ, 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ മക് ആദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾക്ക് എന്തെന്നാണ് പറയുന്നത്? മക് ആദം റോഡുകൾ എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയപാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലേതാണ്? എന്താണ്? ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയുള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അഥവാ സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് ഏത്? സുവർണ ചതുഷ്കോണം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളെയാണ് സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നുണ്ട്. ഓക്കെ, DNK എന്നോർത്ത് വയ്ക്കുക. ഏതാണ്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, പിന്നെ ചെന്നൈയും കൂടെ. അപ്പം ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഹൈദരാബാദ് ഒന്നും എഴുതി വയ്ക്കരുത്. ഓപ്ഷൻസ് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. ഏതൊക്കെയാണ്? DNK, C. ഏതാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, പിന്നീട് 12 സംസ്ഥാനങ്ങളിലൂടെയും. ഇനി വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും, നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോഴ്സ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പം വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. വിവിധ തരം ട്രാൻസ്പോർട്ടേഷൻസ് കൊടുത്തിരിക്കുകയാണ്. റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? താരതമ്യേന ചെലവ് കുറവാണ്, എല്ലാ വിഭാഗ ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വദൂരയാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം. ഇനി റെയിൽ ഗതാഗതത്തിനെക്കുറിച്ച് പറയുകയാണ്. ഏതു പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. എന്ത്? റെയിൽ ഗതാഗതം. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. എവിടെയാണ്? ബ്രിട്ടനിൽ. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ നിന്ന് ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിൻ നിർമ്മിച്ചു. ഏത് കാലത്താണ്? 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. ഓക്കെ, ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ 1825. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. അപ്പം ആദ്യ റെയിൽപാത ഏതാണ്? 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ ചോദിക്കാം. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, അപ്പം ഏത് പാതയിലൂടെയാണ് ആദ്യമേ ഓടിച്ചത്? സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളിലൂടെയാണ് ഓടിച്ചത്. ഓക്കെ, അപ്പം കൽക്കരി തീവണ്ടി മുതൽ മെട്രോ റെയിൽ വരെയുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ബുള്ളറ്റ് ട്രെയിൻ വരെയുള്ള പിക്ചേഴ്സ്. ഓക്കെ,
ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പം ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചതാരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ റോ മെറ്റീരിയൽസൊക്കെ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി വേ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. അല്ലാതെ ഇന്ത്യ നന്നാക്കി കളയാൻ വെച്ചിട്ടൊന്നുമല്ല. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഓക്കെ, എവിടെ മുതൽ എവിടം വരെയായിരുന്നു? ബോംബെ മുതൽ താനെ വരെയായിരുന്നു 1853. ആദ്യത്തെ റെയിൽവേ പാത വന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ബോംബെ മുതൽ താനെ വരെ 1853. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതേ കണക്ക് കേരളത്തിലാണെങ്കിലോ ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയും 1853 മുംബൈ മുതൽ താനെ വരെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാതയും വന്നു. ഓക്കെ, ദൈനംദിന യാത്രയ്ക്കും ചരക്കു നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് മെട്രോ റെയിൽ? വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ സംവിധാനം നിലവിലുണ്ട്. ഓക്കെ, എന്താണ് റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റെയിൽ ഗതാഗതം. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ, ജലഗതാഗതത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജലഗതാഗതം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഓക്കെ, ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാര നീക്കത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. അപ്പം മെസപ്പൊട്ടോമിയ എത്തരത്തിലുള്ള കപ്പലുകളാണ്, ജലയാനങ്ങളാണ് നിർമ്മിച്ചിരുന്നത്? തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ നിർമ്മിച്ചിരുന്നു. ഓക്കെ, സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ, അതായത് ഡോക്യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഗുജറാത്തിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ പേരെന്താണ്? ഏത് സ്ഥലത്തായിരുന്നു? ലോഥലിലായിരുന്നു. ലോഥലിൽ. ഓക്കെ, സിന്ധു നട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിൻ്റെ തെളിവാണ്. ഇപ്പം ലോഥൽ എവിടെയാണെന്ന് വേണമെങ്കിൽ നമ്മളടുത്ത് ചോദിക്കാം. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുൻപ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. ഓക്കെ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3. അപ്പം നാഷണൽ വാട്ടർവേ 3 ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. അപ്പം ഈ കൊല്ലം കോട്ടപ്പുറം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇനി അടുത്ത? ഏതാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകളാണ്. റെയിൽവേ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ആദ്യകാലങ്ങളിൽ യൂറോപ്യർ കനാലുകൾ നിർമ്മിച്ചിരുന്നത്?
കൽക്കരി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് ഏതൊക്കെയാണ്? കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലും ധാരാളം കനാലുകളുണ്ട്. നോക്കിയേ, കനോലി കനാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്നാണ് 1845 മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി. ഓക്കെ. എന്നിട്ട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയെ കനോലി കനാൽ എന്ന് അറിയപ്പെടുന്നു. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഏതൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി? പൊന്നാനി, ചാവക്കാട് ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എന്താണ് കനോലി കനാൽ നിർമ്മിച്ചത്. അതേപോലെ പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലെ വേളി മുതൽ കഠിനംകുളം വരെയുള്ള കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. ഓക്കെ. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്കു നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. ഓക്കെ. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ചരക്ക് നീക്കത്തിനും മറ്റു രാജ്യങ്ങളിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത്. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? താരതമ്യേന ചെലവ് കുറവാണ്, മലിനീകരണവും കുറവാണ്. ഓക്കെ. സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? തുറമുഖം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കേരളത്തിലെ തുറമുഖങ്ങൾ? ഏതൊക്കെയാണ്? കൊച്ചിയും വിഴിഞ്ഞവും ഉണ്ടല്ലേ, കൊച്ചിയും വിഴിഞ്ഞവും. ഓക്കെ. ഇനി വ്യോമഗതാഗതം ഒരു കഥ കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഹോട്ട് എയർ ബലൂൺ കണ്ടെത്തിയത് എങ്ങനെയാണെന്നുള്ള ഒരു കഥ കൊടുത്തിരിക്കുകയാണ്. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്വിസ് മോണ്ട് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു. ആരാണ്? ജാക്വിസിൻ്റെ ഭാര്യ. ഒരു ഫാക്ടറിയുടെ ഉടമയാണ് ജാക്വിസ് മോണ്ട് ഗോൾഫിയർ. അപ്പം പുള്ളിയുടെ വൈഫ് തുണി ഉണക്കുന്നതിന് വേണ്ടിയിട്ട് വസ്ത്രത്തിൻ്റെ താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു. ഓക്കെ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി. ആ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂട് വായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. ഓക്കെ. അപ്പം 1783 ഉണ്ടായ ഒരു സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്, ഹോട്ട് എയർ ബലൂൺസ്. ഓക്കെ. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആകാശക്കപ്പലിൻ്റെ പിക്ചർ. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാലും ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. ആരാണ്? റൈറ്റ് ബ്രദേഴ്സ്. ഇവർ നിർമ്മിച്ചിരുന്ന വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1. അപ്പം ആദ്യമായിട്ട് നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. ഏതാണ്ട് ഫ്ലയർ 1 ആണ്. ഫ്ലയർ 1 അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. അപ്പം എന്നാണ് ഫ്ലയർ 1 പറത്തിയത്? നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17, 1903 ഡിസംബർ 17. ഓക്കെ. റൈറ്റ് ബ്രദേഴ്സിനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഫ്ലയർ 1ൻ്റെ ചിത്രം കൊടുത്തേക്കുന്നു.
ഓക്കെ. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇതുതന്നെയാണ്. അപ്പം ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ഏതാണ്? വ്യോമഗതാഗതമാണ്. ഓക്കെ. സൈനിക ആവശ്യങ്ങൾക്കും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് എന്നാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. ഓക്കെ. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യൻ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. അപ്പം 1912 ആണ് ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം. എവിടെ തൊട്ടാണ്? ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ലണ്ടൻ, കറാച്ചി, ഡൽഹി. ഓക്കെ. 1912 ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് എന്നാണ് സ്ഥാപിതമായത്. 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു. ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം എന്നായിരുന്നു 1912 ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക്. ഓക്കെ. എവിടെയാണ്? കറാച്ചി, ഡൽഹി, ഇവിടെ ഇത്രയും ടച്ച് ചെയ്ത് പോയി. ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഓക്കെ. ഇനി ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ്? ജുഹുവിലാണ്. മുംബൈയിലെ ജുഹുവിലാണ്. അപ്പം ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ബോക്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി കേരളത്തിൻ്റെ വിമാനത്താവളങ്ങൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എവിടെയൊക്കെയാണ്? കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. ഓക്കെ. ഇനി വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ. ഇനി വായു മലിനീകരണത്തിനെ കുറിച്ച് പറഞ്ഞാക്കുവാണ്. വായു മലിനീകരണം കാരണം ഡൽഹിയിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചിട്ടിരിക്കുന്നൊരു ന്യൂസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? എന്തിൻ്റെ പ്രത്യാഘാതമാണ്? വാഹനങ്ങളുടെ പെരുപ്പമാണ് വായു മലിനീകരണത്തിന് കാരണമല്ലേ? വർദ്ധിച്ച ഗതാഗത കുരുക്ക്, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു. ഓക്കെ. വാഹനങ്ങളുടെ പെരുപ്പം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ. ഇനി കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതിനെയാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു? സംഭാഷണത്തിലൂടെയും എഴുത്തിലൂടെയും ഫോണിലൂടെയും ഒക്കെ. അതൊക്കെ ഇല്ലാതിരുന്ന കാലത്തിലാണെങ്കിലോ ആംഗ്യത്തിലൂടെയും പിന്നെ ഓരോ പ്രത്യേക ശബ്ദങ്ങളിലൂടെയും ചേഷ്ടകളിലൂടെയൊക്കെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ആദിമ മനുഷ്യർ ശരീര മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചിരുന്നു. നമ്മൾ സുന്ദരക്കില്ലാടി ഫിലിമിനകത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? തീയും പുകയും ഒക്കെ ഇട്ട് ഒരു പ്രത്യേകതരം പുക വരുമ്പം കാടന്മാർ ഇറങ്ങി വരുന്നത് അവരെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പം അതൊക്കെ എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് ചരിത്രക്കാർ അഭിപ്രായപ്പെടുന്നു. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ഗുഹകളിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ഓക്കെ. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികളും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയതെന്നാണ് നിഗമനം. സുമേരിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. അപ്പം ആരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്? സുമേരിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. അപ്പം സുമേരിയക്കാർ വികസിപ്പിച്ചെടുത്ത എഴുത്തുവിദ്യയെ പറയുന്ന പേരെന്താണ്? ക്യൂണിഫോം ലിപി എന്നാണ് അറിയപ്പെടുന്നത്. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം സുമേരിയക്കാർ കണ്ടുപിടിച്ച ലിപി ഏതാണ്? ക്യൂണിഫോം ലിപി. അത് കളിമൺ ഫലകങ്ങളിലായിരുന്നു എഴുതിയിരുന്നത്. ഇനി ഈജിപ്തുകാർ കണ്ടുപിടിച്ചതാണെങ്കിലോ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് കേട്ടോ. ഹൈറോഗ്ലിഫിക്സ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്.
ഇനി വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗ്ഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കണ്ടോ, ശിലയിൽ കൂർത്ത കല്ലുപയോഗിച്ച് ഇങ്ങനെ കുത്തി എഴുതിയിട്ടുണ്ട്. അത് കണക്ക് ചെമ്പ് തകിടിൽ ലോഹ എഴുത്താണി ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട്. താളി ഓലയിൽ എഴുത്താണി അല്ലെങ്കിൽ നാരായം ഉപയോഗിച്ചായിരുന്നു എഴുതിയിരുന്നത്. ഓക്കെ. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയമാർഗ്ഗങ്ങളിലൊന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മറ്റേ ഡ്രംസ് കൊട്ടിയിട്ട് വിളംബരം നടത്തുന്നത്. അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി. ഇനി അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അപ്പം ചൈനക്കാർ അന്നേ പ്രോ ആണ്. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടിയന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എന്താണ്? മരക്കട്ടകൾ ഉപയോഗിച്ചിരുന്നാണ് ആദ്യകാലങ്ങളിൽ അച്ചടിയന്ത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുഡൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. ഇതാ നോക്കിയേ, സംക്ഷേപ വേദാർത്ഥത്തിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇനി തപാൽ സംവിധാനത്തിനെ കുറിച്ച് പറയുകയാണ്. തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികസനം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലേ. വ്യക്തിഗത ആശയവിനിമയം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിന് എന്തെന്ന് പറയാം? വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയാം. എന്തൊക്കെ വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ എന്തൊക്കെയുണ്ട്? ഇൻലൻഡ്, അത് കണക്ക് ടെലഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോണൊക്കെ കാണിച്ചിരിക്കുന്നു. ഇനി ബഹുജന ആശയവിനിമയം. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന വിനിമയോപാധികൾ. ജസ്റ്റ് നമുക്ക് റീഡ് ചെയ്ത് പോയാൽ മതി. എന്തൊക്കെയാണ്? പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം, എക്സെട്ര. അതുകൂടാതെ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നു? പുസ്തകങ്ങൾ, മാഗസീനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സോഷ്യൽ മീഡിയ എല്ലാം അതിനകത്തുൾപ്പെടും. ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ. എന്താണ്? ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ ചുവടെ നൽകുന്നു. ഏതൊക്കെയാണ്? വീഡിയോ കോൺഫറൻസിങ്, ഇ-കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിനൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഉള്ള ആശയവിനിമയ സംവിധാനങ്ങളാണ് അല്ലേ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ജസ്റ്റ് നോക്കി അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്റർ. കുറച്ച് ചെറിയ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും കുറേ ഫാക്ട്സും ഉണ്ട് അല്ലേ. നമുക്ക് എക്സാംസിന് ചോദിക്കാൻ പറ്റിയ കുറേ ഫാക്ട്സ് അടങ്ങുന്ന ചാപ്റ്ററാണ്. അപ്പം 1-2 തവണ നിങ്ങൾ കേട്ട് നോക്കുക. മറന്നു പോകും എന്ന് തോന്നുന്ന പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം എക്സാം അടുപ്പിച്ച് നമുക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ ചാനലിൽ SCERT ക്ലാസ്സസ് മാത്രമല്ല PYQ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. 10th, +2, ഡിഗ്രി ലെവൽ എല്ലാ PYQസും, അതായത് സ്പെഷ്യൽ എക്സാംസിൻ്റെയും ടെക്നിക്കൽ എക്സാംസിൻ്റെയും എല്ലാം PYQs ഉൾപ്പെടെ എടുത്ത് റിലേറ്റഡ് ഫാക്ട്സ് സഹിതം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെയൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ SCERT ക്ലാസ്സസിൻ്റെ പ്ലേലിസ്റ്റും കൊടുത്തിരിക്കാം. എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.